ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത റവയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കൈ എടുക്കാതെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റവ ഇപ്പോൾ ഒരുവിധം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. റവ വേവിക്കാനായിട്ട് കറക്റ്റ് അളവിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കാം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ കുഴക്കണ സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഞാനിതിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഞാനതൊരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്, ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ഉരുളയും റെഡിയാക്കി എടുക്കാം. 1 കപ്പ് റവ കൊണ്ടിട്ട് എനിക്കിവിടെ ഒരു 10 സ്നാക്സാണ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. റവയൊക്കെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഒരു സൈഡൊന്ന് ഗോൾഡൻ കളർ ആക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതേപോലെ ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.